الحمد لله الحمد لله رب العالمين ويكافي مجيدتي يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنال به اللقب وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدة كل معلوم لك يا الله يا الله يا الله اللهم ارسل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة فينا إلى حضرة النبي محمد صلى الله عليه وسلم اللهم إلى أرواح آبائنا وأمهاتنا وقربائنا وجداتنا لا خاصة اللهم إلى أرواح آبائنا اللهم إلى أرواح أموات المجاهدين وكافة الأئمة ولجميع أولياء الله تعالى وإلى أرواح والدينا ومشايخنا وأستاذنا وإخواننا وإلى أرواح جميع الشهداء والصالحين والصديقين والنبيين والمرسلين وإلى أرواح جميع المؤمنين والمؤمنات والمسلمين والمسلمات أينما كانوا من مشارق الأرض ومغاربها اللهم اغفر لهم وارحمهم وإليهم اللهم أعطنا بك القرآن خير الدنيا وخير الآخرة وزيفنا شر الدنيا وشر الآخرة اللهم يسر لنا أمورنا مع الراحة في قلوبنا ودائنا والسلامة والعافية في ديننا ودنيانا وكن لنا صاحبا في سفرنا وخليفة في أهلنا واكمل سلا وجوه أذاننا يا رب العالمين اللهم أسل مرادنا ومراد من أوصانا ومراد أهلنا ولأموالنا ولأوائنا واشف أمراضنا واهد ديوننا ويسر أمورنا يا شافي الأمراض يا قاضي الحاجات اللهم اغفر لنا ذنوبنا ولوالدينا ولأساتذتنا واغفر لهم كما ربياني صغيرا اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وكل المذنبين آمين 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 برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, മറ്റു നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, മദ്രസയുടെ പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി, സെക്രട്ടറി കുഞ്ഞാപ്പുട്ടിയാർ അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കളെ, പ്രവർത്തകരെ, വിദ്യാർത്ഥിനികൾ, നമ്മൾ ഇന്ന് റമദാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫതഹ് മുബാറക് എന്ന് പറഞ്ഞ സദസ്സാണ് ഇന്ന് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. ഇന്ന് നമുക്ക് ഫതഹ് മുബാറക് സദസ്സിന് നേതൃത്വം നൽകുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള, വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെനക്കൽ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പല സദസ്സുകൾക്കും ചെനക്കലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട
മൻസൂർ തങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരമായി കൂടുതലായി സംസാരിക്കുന്നില്ല. പ്രത്യേകം ചെയ്തവരൊന്നും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മനാട്ടിപ്പറമ്പ് പ്രദേശത്ത് തങ്ങൾക്കറിയാം, കുറഞ്ഞ ആളുകൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അൽഹംദുലില്ലാ 40-50 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച സ്ഥാപനം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പ്രായത്തായിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരുടെ സഹായ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി സഹകരിച്ച തുടക്കം മുതൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്നിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ഖാദിർ ഹാജി മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. വളരെ പ്രയാസപ്പെട്ടിരുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്ഥാപനമായി ഇപ്പോൾ സഹായിച്ച് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സംഖ്യകൾ തന്നെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്കും 5000-വും അതുപോലെ തന്നെ 10,000-ഒക്കെ ഓരോ വർഷത്തിലേക്ക് ഓരോരുത്തരെ ഏറ്റെടുത്തുകൊണ്ടാണ് ഏകദേശം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏകദേശം 4 ലക്ഷം രൂപയോളം നമ്മുടെ ഉസ്താദുമാരുടെ ഒരു വർഷത്തിലേക്കുള്ള ശമ്പളം നമുക്കിവിടെ ആവശ്യമുണ്ട്. അതിലേക്ക് റമളാനിലാണ് നമ്മൾ കുറച്ച് കാശുകളൊക്കെ എഴുതി അത് ശോഭിക്കരുത്. അതിലേക്ക് 5000-വും അതുപോലെ തന്നെ 10,000-ഒക്കെ തന്നെ സഹായിച്ച് എഴുതിയവരുണ്ട്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ എഴുതിയ പല ആളുകളുമുണ്ട്. അവരൊക്കെ തിന്നിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അൽഹംദുലില്ലാ 10-42 ആളുകളെ അതുപോലെ 5000-വും 10,000-ഒക്കെ എഴുതിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1-2 വർഷങ്ങളായി ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരു കുടിയൊക്കെ നടത്തിയിട്ട് അതിൽ നിന്നും ഓരോരുത്തരുടെ വകയായിട്ട് 5000 രൂപ തന്നുകൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന 10-20 ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി അവരുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പ്രത്യേകം വായിച്ചു ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ റമദാൻ പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകളൊക്കെ ഇറങ്ങുമ്പോൾ ഈ പ്രദേശത്തുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാർ വലിയ സംഖ്യകളിൽ നിന്ന് സഹായിച്ച് അതിലൂടെയും നമ്മുടെ സ്ഥാപനത്തിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ ഒരു രൂപ പോലും കടമില്ലാതെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഇതുപോലത്തെ സയ്യിദന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനം ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കാന്തപുരം എല്ലാവർക്കും പ്രായം ചെന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ഉസ്താദാണ് ഈ സ്ഥാപനം നമുക്ക് വേണ്ടി തുറന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വലിയ ബഹുമാനപ്പെട്ട നമ്മുടെ കൊണ്ടൂർ സ്ഥാപനം പോലുള്ള മഹാന്മാര് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ വലിയ വലിയ സയ്യിദന്മാർ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ സ്ഥാപനം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് ബഹുമാനപ്പെട്ട ഉസ്താദടക്കം സുലൈമാൻ ഉസ്താദടക്കം നമ്മുടെ അടക്കമുള്ള ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ളത് ദാരിസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി സ്ഥാപനമായി സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി തങ്ങളവകൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പല രോഗികളും നമ്മുടെ പ്രദേശത്തുള്ള പല ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഉമ്മമാര് സഹോദരങ്ങൾ അങ്ങനെ കുറെ ആളുകൾ രോഗത്തിൽ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ചെയ്തവകൾ പ്രത്യേകം ദുആ ചെയ്യണം. പല ആളുകളും ചെയ്തവകളെടുത്ത് ചെന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. രോഗ ശമനത്തിനൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചികിത്സക്കൊക്കെ വേണ്ടി തങ്ങളുടെ അടുത്ത് പോകാറുണ്ട്.
അവർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേകം വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പോത്ത, ഞങ്ങളെ കുഞ്ഞാപ്പിയാത്ത, ഇവരാണ് പ്രസിഡന്റ് സെക്രട്ടറി. കുറഞ്ഞ ആളുകൾ മാത്രമുണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവരുടെ ഹാപ്പിയത്തിനൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേകത വായിച്ചിടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാസത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സഹകരിക്കുന്ന പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഞങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ, അവരുടെ ഒക്കെ 90% നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ സഹായ സഹകരണത്തോടും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളും യുദ്ധവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന പല പ്രവാസികളുണ്ട്. അവർക്ക് വേണ്ടി നമ്മളെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇപ്പോ അതുപോലെ തന്നെ നമ്മളെ ഈ സ്ഥാപനം പോലെ നമ്മുടെ റമദാനിന്റെ ഒന്ന് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോ സംസാരിക്കല് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മളെ നല്ലവരായ സഹോദരിമാർ സഹായിച്ചത് കൊണ്ടാണ് നമ്മുടെ മദ്രസ ഈ പ്രാവശ്യം ഒന്ന് പെയിന്റ് അടിക്കാൻ നമുക്ക് സാധിച്ചു. നല്ല സംഖ്യകളും 500, 1000, 2000 തന്നിട്ടാണ് നമ്മുടെ സഹോദരിമാരാണ് കഴിഞ്ഞ റമദാനില് നമ്മുടെ മാതരയിൽ വെച്ച് നമ്മുടെ ഉമ്മമാരി എഴുതിയ കാശ് കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുള്ളത്. അവർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേക ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാട്ടിലെ കുറഞ്ഞ കാരണന്മാർ മാത്രമാണ് ഈ സ്ഥാപനം നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മളെ ചെക്കനുള്ള ഒറാണ്ടിയാക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് കുഞ്ഞിക്കാക്ക, അങ്ങനെ കുറഞ്ഞ ആളുകളെ മാത്രമുള്ള അവരൊക്കെ ലോകത്തിൽ പല രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേക ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഈ സദസ്സിലേക്ക് ഒരു ചീരണി നൽകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ നെല്ലാട്ടിത്തോടി ഇസ്മായിലാക്കാന്റെ മകൻ യഹസാൻ എന്ന് പറയുന്ന പൊന്നുമോനെ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തില് പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്, ഞാൻ ഓർക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുടുംബം ചെറിയൊരു ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി കുഞ്ഞാപ്പട്ടിയാക്കാം ചെറിയൊരു ചീരണി അവരുടെ ഭാര്യയുടെ പേരിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ശരീഫാക്കാന്റെ പേരിൽ പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേക ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഓടി നടക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രായമുള്ള ആളുകളാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ നേതൃത്വം നൽകാനെങ്കിലും അതിന്റെ ബാക്കിൽ ഓടി നടക്കുന്ന പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ വേണ്ടി അവിടെ ആഫിയത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 4 ഉസ്താദുമാരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ കുട്ടികളെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആഫിയത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി തങ്ങൾ പ്രത്യേക ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങളെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും തങ്ങളടക്കമുള്ള എല്ലാവരെയും ഈ മദിന മുബാറക് സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. നമ്മുടെ പുതിയതായി പിന്നെ കുട്ടികളോട് പ്രത്യേക ഓർമ്മപ്പെടുത്താനുള്ളത് അത് സംസാരിക്കല് എപ്പോഴും പറയുന്നത് നമ്മളൊരു സംഖ്യ ചെലവാക്കിക്കൊണ്ടാണ് നമ്മുടെ മദ്രസ പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ വൃത്തി നമ്മുടെ സ്ഥാപനം എപ്പോഴും വേണം. കുട്ടികളായ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് പിന്നെ ചുമരവില് വരയ്ക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ വന്നു നോക്കും. അങ്ങനെ ആരെങ്കിലും കുട്ടികളുടെ ശ്രദ്ധയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കുട്ടികളെ വരച്ചത് എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തി തന്നാൽ പിന്നെ അത് വലിയൊരു കാരണം. കുട്ടികളായ നിങ്ങളാണ് ഈ സ്ഥാപനം ശ്രദ്ധിക്കേണ്ടത്. വൃത്തിയിൽ കൊണ്ടാണ് നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നമ്മുടെ സ്ഥാപനം നല്ല പെയിന്റ് അടിച്ച് നല്ല പുറത്തും അകത്തും ഒക്കെ നല്ല വൃത്തിയിലാണ് സ്ഥാപനം ഉള്ളത്. ഇതേപോലെ നിങ്ങളെ കുട്ടികളായ നിങ്ങളാണ് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പെറ്റുകൊണ്ട് വരച്ചേക്കും ആരും വൃത്തികേടാക്കാതെ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം നല്ല രീതിയിൽ മക്കളെ കൊണ്ട് നടക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷം കുട്ടികളൊക്കെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷകളിലും അതുപോലെ തന്നെ മറ്റു പരീക്ഷകളിലൊക്കെ നല്ല മാർക്കുകൾ വാങ്ങി
അൽഹംദുലില്ലാ ഉസ്താദുമാർ പറഞ്ഞു തരുന്നത് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലെ നല്ല ഇൽമ പഠിച്ച് നമ്മുടെ നാടിനും നാട്ടുകാർക്കും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന സന്താനങ്ങളായി നമ്മളെല്ലാവരും മക്കൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മക്കൾക്കൊക്കെ വേണ്ടി തങ്ങളെ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് നമ്മുടെ പത്താം മുഖാർക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആപേക്ഷകമായ ആദ്യത്ത് ഈ വർഷം ചേർന്ന മുഴുവൻ കുട്ടികളുടെയും കയ്യിൽ തങ്ങളവധികൾ പേരുകൊണ്ട് എഴുതി കൊടുക്കും. അതോടുകൂടെ നമ്മുടെ ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ സ്വീകരിക്കുമാറാവട്ടെ. അതിന് പേര് വിളിക്കുന്ന കുട്ടികളെ പിന്നെ കയ്യൊന്ന് കഴുകി വന്നാല് 1ാം ക്ലാസ്സിൽ വന്ന കുട്ടികൾക്കൊന്ന് കയ്യൊന്ന് കഴുകി കൈ കഴിഞ്ഞിട്ട് പോയി 1ാം ക്ലാസ് കുട്ടികൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും സന്മനസ്സും തോഫീക്കും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് മതം തന്ന ആ മോന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഭാര്യയിലേക്ക് ഹദ്റത്തിലേക്ക് അല്ലാഹു അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ കുറെ ആളുകൾ നാം ആക്കിയ പലരും ഇന്ന് നാട്ടിലുള്ള ആളുകൾ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നാം പഠിക്കുന്നതിന്റെ നാം ഓരോ ഹർഫും പഠിക്കുന്നതിന്റെ പ്രതിഫലങ്ങൾ ഈ മനസ്സിനെ സഹായിച്ച തുടക്കം മുതൽ സഹായിച്ച ഇന്നുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഹദ്റാത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുകയല്ല, തങ്ങളവർക്ക് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോ പറയണം. ഇൻഷാ അല്ലാഹ്. ദീർഘമായി സംസാരിക്കുകയല്ല, ഈ അധ്യയന വർഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിട്ടു. ഇനി അടുത്തൊരു വർഷത്തേക്ക് ഉള്ള തുടക്കമാണ്. 2025, 26 വർഷം അവസാനിച്ചു. ഇനി 26, 27 വർഷത്തേക്കുള്ള അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. പ്രത്യേകമായി പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാക്കൾ വളരെ പ്രയാസപ്പെട്ട് വിദേശത്ത് പോയി അല്ലാതെ അധ്വാനിച്ച് സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് അവരുടെ ദുനിയാവും ആശ്രയവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അവരുടെ അധ്വാനം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നാട്യമായതിനെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ. അത്തരത്തിൽ കൊണ്ടുവരുമ്പോഴേ നമുക്ക് പഠിച്ചത് കൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ. കുറെ അറിവുണ്ടായി എന്നതുകൊണ്ട് ആരും വിജയിക്കുകയില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ വിജയം അഥവാ ഒരു സദസ്സിൽ വന്നാൽ സംസാരിക്കാതിരിക്കുക, അച്ചടക്കത്തോടുകൂടി ഇരിക്കുക. അങ്ങനെ ഇരുന്ന പല ആളുകളും ഇന്ന് ഉന്നത സ്ഥാനത്തെത്തിയത് നമുക്ക് കാണാം. നമ്മുടെ അധ്യാപകരെയും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളെയും ബഹുമാനിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും നമ്മിൽ പ്രായം കുറഞ്ഞവരോട് കാര്യം കാണിക്കുകയും ചെയ്ത പല ആളുകളും ഉസ്താദുമാരുടെ കുരുത്തം അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ
ഉമ്മാനും വാപ്പാനൊക്കെ പൊരുത്തമുള്ള ആളുകൾ വിജയിച്ചതായി നാം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ സുൽത്താനുലമാണ് എബിസ്ഥാൻ. പിന്നെ എബിസ്ഥാൻ അറിയാത്ത ഒരു രാഷ്ട്രവും ഉണ്ടാവില്ല. അതിന്റെ ഇന്നലെ രഹസ്യം അദബായിരുന്നു. അദബുണ്ടെങ്കിൽ നമ്മൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ഒരാൾക്ക് പഠിച്ചിട്ട് പണിയില്ല, പണിയുന്നില്ലെങ്കിൽ അയച്ച പണിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ തീരെ പണിയില്ല. കുറെ അധ്വാനിച്ചാൽ അള്ളാഹുവിന്റെയും അത് കൊടുക്കും. ഞാൻ പലപ്പോഴും പറയാണ്ട്, ഞാൻ ഈ മദ്രസയിൽ ആദ്യം ജോലി ചെയ്യുമ്പോ 1ലും 2ലും 3ലൊക്കെ വളരെ മോശപ്പെട്ട ആളെ പേരൊന്നും പറയില്ല. 7 ഫസ്റ്റ് എത്തി. 1ലും 2ലും 3ലൊക്കെ മോശം പഠിക്കാം. 7ാം ക്ലാസ്സിലെത്തിയപ്പോഴോ ഫസ്റ്റ് മാർക്കാ. എന്താ കാര്യം? അധ്വാനിച്ചു. അപ്പൊ അധ്വാനിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ഒരു ദിവസം സംസാരിക്കുന്ന പേരഴിച്ചാൽ കേട്ടോ, മനസ്സിലാക്കി കേട്ടോ. എബിസ്ഥാന് ഒരു സമയത്ത് തോന്നുന്ന സമയത്ത് ഉസ്താദ് മൂത്രയിക്കാൻ വേണ്ടി 2 മണിക്ക് കഴിഞ്ഞപ്പോ എബിസ്ഥാൻ എന്ന് കരയുന്നുണ്ട്. കരഞ്ഞ കണ്ടപ്പം ഉസ്താദ് ചോദിച്ചു, 2 മണിക്ക് കടന്നിട്ടില്ലേ, എന്തിനാ കരയുമെന്ന് ചോദിച്ചു. അപ്പോ എബിസ്ഥാൻ പറഞ്ഞു, ഇത് മനസ്സിലാവില്ല, ഒരു കിതാബിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനുള്ളതൊന്നും മനസ്സിലാവില്ല. അപ്പൊ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് എല്ലാം എനിക്ക് മനസ്സിലാവുന്നതാണ്. ഇന്ന് എബിസ്ഥാൻ അറിയാത്തുണ്ടോ? എബിസ്ഥാൻ അറിയാത്ത ഒരു മേഖലയും ഇന്നില്ല. വയസ്സ് 90 കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടി ചാടി ഓടി നടന്ന് ഒരു ദിവസം സൗദിയിലാണെങ്കിൽ മറ്റേ ദിവസം UAE, അത് കഴിഞ്ഞാൽ മദ്രാസില്, അത് കഴിഞ്ഞാൽ ബാംഗ്ലൂര്, ഇപ്പോഴും ഓടി നടക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ തമല് ദീർഘകാലം ആസ്വദിക്കാനുള്ള നൽകുമാറാവട്ടെ. അവരൊക്കെ നമുക്ക് വലിയ ജീവിക്കുന്ന പാഠങ്ങൾ മരിച്ചുപോയപ്പോൾ ചിലവാക്കി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അവരൊക്കെ ഉന്നതിയിലെത്തിയത് അവരുടെ ശ്രമം കൊണ്ടാണ്. അപ്പൊ നമ്മളും ശ്രമിച്ചാൽ വിജയിക്കും. അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കുറെ കാര്യങ്ങൾ കുട്ടികളോട് പറയാനുണ്ട്. അത് തങ്ങളവർക്ക് നേരം വരും, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയില്ല. തങ്ങളുടെ ദുആ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ നമ്മളെ സ്റ്റേജിൽ പറഞ്ഞു. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ഈ വർഷം SSC പരീക്ഷ എഴുതിയവരുണ്ട്, +1 എഴുതിയവരുണ്ട്, ഇനി അടുത്ത വർഷം എഴുതാൻ പോകുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർ ദുആ ചെയ്യും. അല്ലാഹു എല്ലാവർക്കും പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു രംഗത്തും അല്ലാഹു നമ്മായി രക്ഷിതാക്കാതിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നേരത്തെ പറഞ്ഞ മദ്രസയെ സഹായിച്ചവർ, നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ, നിയോഗിക്കുന്ന പ്രവർത്തകർ, എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് തങ്ങൾ എല്ലാവർക്കും ദുആ ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ പുസ്തകത്തിന് ക്ലാസിഫിച്ച് പുസ്തകമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നെ പുസ്തകം കൊടുക്കും, നാളെ മുതൽ ക്ലാസ് തുടങ്ങും. ഇന്ന് പുസ്തകം വാങ്ങിയതിന് ശേഷം എല്ലാവരും പോകാൻ പറഞ്ഞു. അതുപോലെ നാളെ വരേണ്ട ടൈം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പറയും. ഇവിടുന്ന് ടൈം പറഞ്ഞാല് അപ്പളാത്തോ ഇപ്പളാത്തോ എന്ന് ചോദിച്ചാൽ വിളിക്കരുത്. തങ്ങളവരുടെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേ ടൈമിന് നടത്താൻ കഴിയുന്നല്ലോ. അപ്പൊ എല്ലാവരും അത് സ്വീകരിച്ച് വളരെ ഉഷാറായി സന്തോഷത്തോടെ വരിക. അള്ളാഹുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി തങ്ങളെ ദുആ ചെയ്യും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് കുട്ടികളോട് നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ് പുസ്തകം വാങ്ങിയിട്ട് എല്ലാവരും പോകുന്നതാണ്.
الحمد لله رب العالمين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت حتى ترضى اللهم صل على سيدنا محمد طب القلوب ودوائها طل الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم يا الله يا الله يا الله الله സ്ഥാപനം 45 വർഷമായി നിലകൊള്ളുന്ന സ്ഥാപനമാണ് ദീനി സ്ഥാപനമാണ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ഇത്രത്തോളം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനെ സംവിധാനിച്ച ഇതിനെ ഓടി നടന്ന ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരികൾ, ഉമ്മമാര്, സഹോദരിമാര്, പ്രവാസി സുഹൃത്തുക്കള്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾക്ക് നല്ല ഹിഫ്ള് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല സന്മനസ്സ് നൽകി പഠിക്കാൻ താല്പര്യമുള്ള മക്കളാക്കി തരണേ അല്ലാഹ്. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും അനുസരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. ഇതിന്റെയൊക്കെ വിശുദ്ധ സ്വഭാവിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ പാപ്പന്മാരെ, സഹോദരന്മാർ, സഹോദരിമാരെ, ഉസ്താദന്മാരെ, കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറെടുത്തിട്ട് ഇതിന്റെ വിശുദ്ധ സ്വഭാവിനെ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ആക്കി തരണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഇതിന്റെ ഭാരവാഹികൾക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും 10,000 മടങ്ങ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കാരണമായി ചെറുപ്പക്കാരോട് ഈ സംവിധാനത്തെ കൊണ്ടുപോകുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും ഏറ്റി തരണേ അല്ലാഹ്. എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സിലും ഖൈറും ബർക്കത്തും ഏറ്റി തരണേ അല്ലാഹ്. സഹോദരത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഇതിനേക്കാൾ ഉയർന്ന മികച്ച മുന്നേറ്റം നൽകണേ അല്ലാഹ്. അല്ലാഹു എന്ന മക്കൾക്ക് ഇനിയും പരീക്ഷകളിലൊക്കെ വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ഇതിന്റെ നിഅമത്തുകൾ, ഇതിന്റെ ബർക്കത്തുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ അല്ലാഹ്. എല്ലാവരും ആഖിറത്തിലും ഉപകരിക്കുന്ന മൻഫഅത്തുള്ള അമലാക്കി തരണേ അല്ലാഹ്. അല്ലാഹു ആഫിയത്തും സിഹത്തും ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത് കാരണമായി ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാഹ്. വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ വിട്ടുപുറത്താക്കി മാഫാക്കി തരണേ അല്ലാഹ്. കൽബുകളൊക്കെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. കൽബ് വിശാലമാക്കി തരണേ അല്ലാഹ്. വീഴ്ചയുള്ള മനോഭാവമുള്ളവരാക്കി തരണേ അല്ലാഹ്. പഠനത്തിൽ നല്ല മികച്ച മുന്നേറ്റമുള്ള അനുസരണമുള്ള രീതിയായ മക്കളാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. അല്ലാഹ് ഇത് ഇനിയും സഹായങ്ങൾ നൽകുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു വലിയായ സ്ഥാപനമാണല്ലോ. ഈ സ്ഥാപനത്തിലേക്ക് ഒരു കുട്ടിയെ ഇവിടെ ചേർത്തിയാലല്ല ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമല്ല. നമ്മൾക്ക് സ്വർഗം ലഭിക്കുമല്ല. രൂപത്തിലുള്ള മക്കളാക്കി തരണേ അല്ലാഹ്. മുഖരിസുമായ മക്കളാക്കി തരണേ അല്ലാഹ്. അവരിലൂടെ സ്വർഗം ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളാക്കണേ അല്ലാഹ്. റമളാൻ കഴിഞ്ഞ റമളാൻ ഞങ്ങൾക്ക് സാക്ഷിയാക്കി തരണേ അല്ലാഹ്. സാക്ഷിക്കുന്ന റമളാനാക്കി തരണേ അല്ലാഹ്. റമളാൻ മാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗികളാണ് അല്ലാഹ്, കിടപ്പ് രോഗികളാണ് അല്ലാഹ്. ന്യാജിലും മറുതിയുമായി ശുഭ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മകന്റെ
ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ മകന്റെ കവറിലേക്ക് നിന്റെ വിശുദ്ധ സ്വഭാവിനെ എത്തിക്കണമല്ല. ഇതൊന്നും മരണപ്പെട്ടുപോയ മാലിന്യത്തിന്റെ എല്ലാവരും കവറിലേക്ക് നിന്റെ വിശുദ്ധ സ്വഭാവിനെ എത്തിക്കണമല്ല. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأحوال والآفات والبليات وتقضينا بها من جميع الحاجات وتقضينا بها عند قهر الدرجات وتبلغنا بها الصلوات من جميع الخيرات في الحياة وبعد الممات إنك على كل شيء قدير. اللهم لا موسم حبيبا ويقول صلى الله عليه وسلم كما وكل مرابط دعوان توفيق لك അനുഗ്രഹിക്കണേ അല്ലാ. ഇതിഹാരമായ കാമ്യായ ചെറുമുതലും ചെയ്യുവാൻ തോഫീക്ക് നൽകണേ അല്ലാ. അവർക്ക് മക്ബൂലും മബ്റൂറുമായ ഉംറകൾ ചെയ്യാൻ തോഫീക്ക് നൽകണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. لا إله إلا أنت سبحانك إني كنت من الظالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. فتح مبارك semakan berikutlah Allah Subhanahu wa Ta'ala ക്ഷണിച്ചറിയിച്ച നന്ദിയായി തങ്ങൾക്ക് ആദ്യമായി നന്ദിയാകപ്പെടുകയാണ്. നമുക്കൊക്കെ നേതൃത്വം നൽകാൻ ആവട്ടെ. അതുപോലെ ഇവിടെ പങ്കെടുത്ത കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും രക്ഷിതാക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി